ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ മിഷൻ ഇപ്പം പഴമ്പരിയും ചേച്ചി വേറെ രീതിയിൽ അങ്ങനെ ഇടയിലെ ഹോട്ടലിലെത്തി. ഇടയിലെ ഹോട്ടലിൻ്റെ തിരക്ക് കണ്ട ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിശേഷം എന്താ വെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു വയനാടൊന്ന് പോയി ചുറ്റിക്കറങ്ങി വരാൻ വിചാരിച്ചു. അങ്ങനെ ഞാനും അനിയനും മോനും കൂടി വയനാട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. രാവിലെ പോകുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം പഴംപൊരിയും ബീഫും കഴിക്കാൻ പറഞ്ഞിട്ടും കോഴിക്കോടുള്ള ഫേമസ് ഹോട്ടലെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വയനാട് പോയി. ഒരു ലേക്കിലേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് ഞാനടുത്ത് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ രാവിലെ 8 മണിയായപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങൾ ചുരം കയറുമ്പോൾ ഏകദേശം ഒരു 9 മണി 9:30 ആയിരുന്നു. പക്ഷെ എന്നാലും നല്ല ഒരു തണുത്ത കാറ്റായിരുന്നു കേട്ടോ. നല്ല വണ്ടി ഓടിക്കാനെങ്കിൽ നല്ല സുഖമായിരുന്നു. വേറെ ചൂടോ കാര്യങ്ങളോ നമ്മുടെ നാട്ടിലെ പോലെ ചൂടും പോകച്ചിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല തണുത്ത കാറ്റായിരുന്നു. നല്ല സുഖമായിട്ട് പോയിട്ട് തിരിച്ചു വന്നോളൂ കേട്ടോ. പറഞ്ഞ് നീന്തത്തള്ള വീണ്ടും കുരങ്ങ്. എന്റെ പാപം കുരങ്ങ് കാണിച്ചെടുക്കും. എന്റെ ഫേസും കൂടെ ഞങ്ങൾ ലേക്കിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ കുട്ടികൾക്കുള്ള പാർക്ക്, അതുപോലെ പെറ്റ്സിൻ്റെ ഓരോ ഭാഗം ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പെറ്റ്സിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചി നമുക്ക് ഫുഡൊക്കെ തന്നു കേട്ടോ. നമ്മളവിടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ആദ്യകൂടൻ്റെ കയ്യിലൊരു പക്ഷി വന്നിരുന്നു. എൻ്റെ കയ്യിൽ 2 എണ്ണം വന്നിരുന്നു. അപ്പോൾ ആദ്യകൂടൻ്റെ ഇത് പറന്നു പോയി കഴിഞ്ഞപ്പോൾ അവൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു ഫുഡിന് വേണ്ടിയിട്ട്. പക്ഷെ അപ്പം ഞാൻ അനക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷികൾ പോവായതുകൊണ്ട് ഞാൻ പിന്നെ ആദ്യകൂടനോട് പറഞ്ഞു ഇപ്പം തരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് നിർത്തി. വരൂല. നല്ല മനുഷ്യരുടെ കയ്യിലോ വന്നിരിക്കും. അതൊന്നും പറയാനില്ല. അപ്പൊ സത്യം എവിടെ പോയോക്കെ പക്ഷികൾക്കായാലും മൃഗങ്ങൾക്കായാലും അറിയാം. ഞാൻ